നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. വർമ്മ സാർ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അല്പസമയത്തിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്നേക്കാം. ഐ തിങ്ക് ഹീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എങ്കിൽ ഇനി നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി ഡോക്ടർ. രാജു, രാജു, അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ വേഗം കണ്ണു തുറക്കുമെന്ന്. ആണോ? ഋതിക ഇനി അല്പനേരം റെസ്റ്റ് ചെയ്യും. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ? അതെ, ഋതിക റെസ്റ്റ് എടുക്ക. എന്തായാലും അമ്മാവന് സുഖമായില്ലേ? രാജു, മൈക്കിട്ട് വീട്ടിൽ വന്നപ്പോ അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അച്ഛനെന്താ സുഖമില്ലാതായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് അല്ലെന്ന് ആദ്യമേ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണ ആരോഗ്യവാനായ വർമ്മ സാറിന്റെ ലങ്സിന് എങ്ങനെ വളരെ പെട്ടെന്നൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടായി? എക്സ്ക്യൂസ് മീ. വർമ്മ സാറിന്റെ ലങ്സിലേക്ക് വിഷവായു കടന്നതാണ് ലങ്സിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. എന്ത് വിഷമാണെന്ന് കൺഫേം ആയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നു? വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ AC-യിൽ നിന്നോ മറ്റോ? ഏയ്, അതിനൊരു ചാൻസും ഇല്ല. എന്നാലും എങ്ങനെയായിരിക്കും? വർമ്മ സാർ ഉപയോഗിക്കുന്ന ഇൻഹേലറിൽ നിന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇൻഹേലർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാജു. അത് ശരിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഇൻഹേലർ ഇവിടെ എത്തിക്കൂ. നമുക്ക് ആ ഇൻഹേലർ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ. വീട്ടിലിപ്പോ ആരാ ഉള്ളത് ഋതിക മാഡം? വീട്ടില് അമ്മായിയും ദിവ്യേ ഉള്ളൂ. ചെറിയമ്മയും ചെറിയച്ഛനും അപ്പവും ഫംഗ്ഷന് പോയിരിക്കല്ലേ. അവര് തിരികെ എത്തി കാണോ? അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. ശേഖർ സാറിനെ ഞാൻ വിളിച്ചോളാം. ഇൻഹേലർ ശേഖർ സാർ കൊണ്ടുവന്നോളൂ. ദീപക് എന്തിനാ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത്? അതെ, എത്രയും വേഗം ഇൻഹേലർ വീട്ടിൽ നിന്ന് മാറ്റണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.